ശോഭാ സുരേന്ദ്രനും ബിന്ദുവും തമ്മിൽ ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നു നേരത്തെ. രൂക്ഷമായ ഭാഷയിൽ ആ സംഭാഷണത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബിന്ദുവിനെതിരെ. ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണം കൂടി കേൾക്കാം നമുക്ക്. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷേ പറഞ്ഞോട്ടെ. അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം എന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു. ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ ശ്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം പണിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ഈ സംഭാഷണമൊക്കെ പ്രേക്ഷകരെ കേൾപ്പിക്കുന്ന ഗതികേടാണ്. ശോഭാ സുരേന്ദ്രനാണ്. ആലോചിക്കണം, ഇത്രയും 9 തവണ എങ്ങാണ്ട് മത്സരിച്ച് മലമറിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾ, എടാ എടി, സഭ്യക്ക് മാന്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ പാലക്കാട് കേട്ടു. ഇപ്പോഴിതാ ഈ സംഭാഷണം. ഇവരൊക്കെ നിയമസഭയിലേക്കൊക്കെ എത്തിയാലുള്ള കാര്യം പാലക്കാടുകാരും അവിടുത്തെ ജനങ്ങളുമൊക്കെ ചിന്തിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ.